നമസ്കാരം. UDF തന്നെ നിരന്തരമായി അവഗണിച്ചുവെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് അധ്യക്ഷൻ ജോണി നെല്ലൂർ. രാജ്ഭവൻ മാർച്ചിൽ മുൻനിരയിൽ ഇരിപ്പിടം തനിക്ക് തന്നില്ല. രാഹുൽ ഗാന്ധി വന്ന വേദിയിൽ കസേര നൽകിയില്ലെന്നും അദ്ദേഹം കോട്ടയത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അല്പകാലം അടങ്ങിയിരുന്ന താൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരികയാണ്. കേരള കോൺഗ്രസ് എമ്മിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് ആഗ്രഹമെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. രാഷ്ട്രീയത്തിൽ നിന്ന് അല്പസമയം മാറി നിന്ന ജോണി നെല്ലൂർ എറണാകുളത്ത് നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിന് എത്തിയിരുന്നു. ഈ യോഗത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോണി നെല്ലൂരിനോട് സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായി ജോണി നെല്ലൂർ ഇത് സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കിയതായിട്ടാണ് സൂചന. അടുത്ത ദിവസം തന്നെ ജോസ് കെ മാണി പാർട്ടി അംഗത്വം നൽകി ജോണി നെല്ലൂരിനെ സ്വീകരിക്കുമെന്നും പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയിൽ ഉൾപ്പെടുത്തുമെന്നുമാണ് വിവരം. പിറവം നിയമസഭാ സീറ്റ് ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തതായും സൂചനയുണ്ട്. പാർട്ടിയിൽ സീനിയർ വൈസ് ചെയർമാൻ എന്നീ ഭാരവാഹിത്വങ്ങളും ജോണി നെല്ലൂരിന് നൽകുന്നതുമായി ബന്ധപ്പെട്ടും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തൻ്റെ മാതൃപാർട്ടി കേരള കോൺഗ്രസ് എം ആണെന്നും പാർട്ടിയിൽ നിന്നുകൊണ്ട് ഇനിയുള്ള കാലം പൊതുപ്രവർത്തനം നടത്താനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ജോണി നെല്ലൂർ അറിയിച്ചു. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിരുന്നു ജോണി നെല്ലൂർ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പാർട്ടി പിളർത്തി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ അദ്ദേഹം ലയിക്കുകയായിരുന്നു. അടുത്ത നാളിൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി രൂപീകരിച്ചെങ്കിലും പാർട്ടി BJP ലൈൻ സ്വീകരിച്ചതോടെ രാജിവെച്ച് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ജോണി നെല്ലൂർ മാറി നിൽക്കുകയായിരുന്നു. ജേക്കബ് ഗ്രൂപ്പ് പിളർത്തി UDFിലെ തന്നെ ജോസഫ് ഗ്രൂപ്പിൽ ലയിച്ച ജോണി നെല്ലൂരിനെ UDF സംസ്ഥാന നേതൃത്വം UDFിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ജോസഫ് വിഭാഗത്തിൽ അതൃപ്തിയോടെയാണ് ജോണി നെല്ലൂർ കഴിഞ്ഞിരുന്നത്. പ്രധാന സ്ഥാനമാനങ്ങളോ നിയമസഭാ സീറ്റോ ലഭിച്ചില്ല. സംഘടനാ ചട്ടക്കൂടില്ലാത്ത പാർട്ടിയാണ് ജോസഫ് വിഭാഗമെന്നും പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് കുശാഗ്ര ബുദ്ധിക്കാരായ കുറേ നേതാക്കളുടെ പാർട്ടിയായി മാറിയെന്നും ജോണി നെല്ലൂർ കുറ്റപ്പെടുത്തി. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച് നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുടെ പിന്തുണയോടെ രൂപീകരിച്ചതാണെന്നും എന്നാൽ പാർട്ടിയുടെ പോക്ക് ശരിയായ രീതിയിലല്ലാത്തതിനാലാണ് താൻ രാജിവെച്ചതെന്നും ജോണി നെല്ലൂർ പറഞ്ഞു. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളിൽ UDF ഇടപെടുന്നില്ല. അതുപോലെ ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും UDF കാര്യമായ പ്രതികരണം നടത്തുന്നില്ലെന്നും ജോണി നെല്ലൂർ കുറ്റപ്പെടുത്തി. പുതിയൊരു പാർട്ടി രൂപീകരിച്ച് അതിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗമാകാൻ ജോണി നെല്ലൂർ എത്തുന്നത്. ഇത് പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിനു കൂടി കാരണമാകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരവേ ഈ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം ജോണി നെല്ലൂർ നടത്തുന്നത് പല സീറ്റുകളും അതുപോലെ തന്നെ പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളും മുന്നിൽ കണ്ടാണ് എന്നും സൂചനയുണ്ട്. കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് കുറേ കാലമായി ജോണി നെല്ലൂർ മാറി നിൽക്കുകയായിരുന്നു. വീണ്ടും അദ്ദേഹം മാണി ഗ്രൂപ്പിനൊപ്പം ചേർന്ന് ജോസ് കെ മാണിക്കൊപ്പം ചേർന്ന് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കാണ് കടന്നു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് സജീവ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരണം എന്നാവശ്യപ്പെട്ടതും പലതും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കാരണം പിറവം മേഖലയിൽ ഇദ്ദേഹത്തിനുള്ള പിന്തുണ TM ജേക്കബിനുള്ള പിന്തുണയുടെ ഒരു ഭാഗം ഇദ്ദേഹത്തിനും തീർച്ചയായിട്ടുമുണ്ട്. അപ്പോൾ പിറവം കൂത്താട്ടുകുളം മേഖലയിലൊക്കെ തന്നെയുള്ള ക്രൈസ്തവ വോട്ടുകൾ ഏകീകരിക്കുന്നതിനുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജോണി നെല്ലൂരിനെ മുൻനിർത്തി നടത്തും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു.